ദൈവവചനത്തിന്റെ ശക്തിയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും തന്നെ ഭാവി കാര്യങ്ങൾ അറിയുവാനുള്ള ചില മെത്തേഡുകൾ അവരവരുടേതായ രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ചില മെത്തേഡുകൾ അവർ രൂപപ്പെടുത്തിയിരിക്കുന്നു. അത് മതത്തിലൂടെയുള്ള ഒരു അന്വേഷണമാണ്. കാരണം ഭാവി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഡയറക്ഷൻ കിട്ടുമല്ലോ. എന്നാൽ ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ മെത്തേഡ് ഒന്നും സ്വീകരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അതെല്ലാം കളിപ്പീരാണ്, ഫലമുള്ളതുമല്ല. അതുകൊണ്ട് നിങ്ങൾ അത്തരം മെത്തേഡുകളുടെ പുറകെ പോകരുത്. ഇസ്രായേലിലെ ദൈവം പ്രവാചകന്മാരെ അനുഗ്രഹിച്ച് ഉയർത്തിയിട്ടുണ്ട്. പ്രവാചക സങ്കല്പം തന്നെ നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രത്തിലാണ് നമ്മൾ കാണുക. മറ്റു ചരിത്രങ്ങളിലൊന്നും നമ്മൾ പ്രവാചകന്മാരെ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ബൈബിളിൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഭാവി പറയുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവം പറയുന്നത് പറയുക, അത്രയേ ഉള്ളൂ. ദൈവം എന്ത് പറയുന്നു അത് പറയുക. ഇതാണ് പ്രവാചകന്റെ പരിപാടി. ദൈവം എന്ത് പറയുന്നു അത് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ അങ്ങനെ ഒരു പ്രവാചകനായിരുന്നു. ദൈവം പറഞ്ഞത് മോശ അതുപോലെ ദൈവജനത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞത് പറഞ്ഞ് അങ്ങനെയാണ് മോശ പ്രവാചകനായത്. ഹല്ലേലൂയ. നമുക്കറിയാം, എസെക്കിയേൽ പ്രവാചകനെ ദൈവം പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എസെക്കിയേൽ 37 നമ്മൾ വായിക്കുന്നില്ലേ? അസ്ഥികളുടെ താഴ്വര എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർമ്മയുണ്ടാകും. വലിയ ഒരു പർവ്വതത്തിന് താഴെ എസെക്കിയേൽ ദർശനത്തിൽ കാണുകയാണ്. ദൈവം കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, ഇതാ നീ താഴെ എന്ത് കാണുന്നു? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അസ്ഥികൾ കാണുന്നു, മനുഷ്യന്റെ അസ്ഥികൾ. ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നീ പറയുക. അങ്ങനെ ദൈവം പറഞ്ഞത് എസെക്കിയേൽ ഈ അസ്ഥികളോട് പറഞ്ഞു കഴിഞ്ഞപ്പം അസ്ഥികൾ അങ്ങോട്ട് ചേർന്ന് കുറെ കഴിഞ്ഞപ്പോഴേക്കും അതിന് മാംസം വന്നു, ഞരമ്പുകൾ വന്നു, അത് മനുഷ്യ സമുദ്രമായിട്ടോടെ മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പ്രവാചക പരിശീലനം എന്ന് പറയുന്നത് എന്താണ്? ദൈവം പറഞ്ഞത് പറയുക. അതാണ് പ്രവാചകൻ. ദൈവം പറയുന്നത് പറയുക. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, നമുക്കെല്ലാവർക്കും പ്രവാചക വിളി കിടപ്പുണ്ട്. എല്ലാ ശുശ്രൂഷയിലും നമുക്കൊരു പ്രവാചക ദൗത്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും നമ്മളൊരു പ്രവാചക ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കിടപ്പുണ്ടാവും. അപ്പോൾ ഈ പ്രവാചക ദൗത്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊരു തരത്തിൽ നമുക്കൊരു ലീഡർഷിപ്പ് കാണും. ഇപ്പോൾ നിങ്ങളൊക്കെ ഏതൊരു വിധത്തിൽ ലീഡർമാരായിരിക്കും. ചിലപ്പോൾ നീ ഒരു ചേട്ടനാണെങ്കിൽ നീ അരിജന്റെ മുകളിൽ ലീഡറാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്കൂളിലാണെങ്കിലും ചിലപ്പോൾ നീ ഒരു കൊച്ചു ലീഡറൊക്കെ ആയിന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചു കൂട്ടായ്മയുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ലീഡറായിന്ന് വരും. അപ്പൊ എന്ത് തന്നെയായാലും നമുക്കൊരു ലീഡർഷിപ്പ് കിടപ്പുണ്ട്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഏതെങ്കിലും കാര്യത്തിൽ നിനക്കൊരു അറിവൊക്കെ ഉണ്ടായി നീ അവിടെ ഒരു ലീഡറാണ്. പക്ഷെ എല്ലാ ലീഡർമാർക്കും അതിന്റെ അകത്ത് ഒരു പ്രവാചക വിളി കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 15:19 പറയാണ്, നീ വിലകെട്ടത് പറയാതെ സത്വചനങ്ങൾ മാത്രം പറഞ്ഞാല് ദൈവത്തിന്റെ നാവ് പോലെ നീയാകും. വിലകെട്ടത് പറയാതെ ദൈവത്തിന്റെ സത്വചനങ്ങൾ മാത്രം നീ പറഞ്ഞാൽ നീയെ ദൈവത്തിന്റെ നാവ് പോലെയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആരായിത്തീരും? നിങ്ങൾ ഒന്നും വിടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനം പറഞ്ഞാൽ നിങ്ങൾ ആരായിത്തീരും? പ്രവാചകന്മാരായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വചനം പറഞ്ഞ് വളരാൻ നമ്മൾ തയ്യാറാകണം. വചനം പറഞ്ഞ് വളരാൻ തയ്യാറാകണം. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച്. ഹല്ലേലൂയ. അപ്പൊ ചില ആളുകൾക്ക്
എവിടുന്നാണ് ഞാനിനി മുന്നോട്ട് പോകേണ്ടത് എന്നറിയാൻ പാടില്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാകും. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇനി എന്തു ചെയ്യും? എല്ലാം നഷ്ടപ്പെട്ടു പോലെ ഒരു അവസ്ഥയിൽ വരിക. അങ്ങനെ അവസ്ഥയിൽ വരുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. കാരണം ഒന്നും ചെയ്യാനായിട്ട് കയ്യിൽ ഒന്നുമില്ല. എവിടുന്ന് തുടങ്ങും? ഒന്നും ചെയ്യാനായിട്ട് കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണം, ഇതാ ദൈവം വചനത്തിന്റെ വിത്ത് നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തില് നമ്മൾ കാണുകയാണ്, ഇതാ നമ്മുടെ ജീവിതത്തിൽ മല പോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നീ എന്തു ചെയ്യണം? ആ മലയോട് പറയാനായിട്ട് ദൈവം നിനക്ക് വചനം തരും. ഈ മലയോട് നീ ആ വചനം ഉപയോഗിച്ച് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങളുടെ മല മാറിപ്പോകുമെന്ന് മർക്കോസ് 11 പറയുകയാണ്. മർക്കോസ് 11:23 പറയുന്നത് എന്താണ്? നീ ശങ്കിക്കാതെ നീ വചനം പറഞ്ഞാല് അതുപോലെ സംഭവിക്കും. ദൈവവചനം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അറിഞ്ഞിരിക്കുക, ഇതാ വിശ്വാസം ഏറ്റുപറയുക. അങ്ങനെയാണ് നീ ഈ പ്രശ്നങ്ങളുടെ മലയെ മാറ്റിക്കളയുന്നത്. ഒന്ന് കൈയുയർത്തി കൈയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമുക്ക് എവിടെയാണ് ഒരു ചേഞ്ച് വേണ്ടത്? നമ്മളൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. മറ്റുള്ളവരും തിരിച്ചറിയുന്നത് നമ്മുടെ പ്രവൃത്തികളെയാണ്. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും പറയുന്നത് എന്തായിരിക്കും? പ്രവൃത്തി മാറ്റാണ് എല്ലാവരും ഉപദേശിക്കുക. ഉപദേശം എന്തിനുള്ളതാണ്? പ്രവൃത്തി മാറ്റാനായിട്ട്. നീ പുകവലിക്കരുത്, നീ ചീത്ത പറയരുത്, തോന്നിവാസം നീ കാണിക്കരുത് എന്നൊക്കെ പറയും. പ്രവൃത്തി മാറ്റാനാണ് എല്ലാവരും പറയുക. പക്ഷെ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം, മനുഷ്യന്റെ പ്രവൃത്തി എവിടെ നിന്ന് രൂപം കൊള്ളുന്നത്? പ്രഭാഷകൻ 37:16 നമ്മൾ വായിക്കുകയാണ്, മനുഷ്യന്റെ എല്ലാ പ്രവൃത്തിയുടെയും പിന്നിൽ അവന്റെ ചിന്തയുണ്ട്. ചിന്തയിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുക. അപ്പൊ ചിന്ത മാറ്റിയാലേ പ്രവൃത്തി മാറുകയുള്ളൂ. ചിന്ത മാറ്റണം. ചിന്ത മാറ്റാതെ നമുക്ക് ആരുടെയും പ്രവൃത്തി മാറ്റാൻ പറ്റിയല്ല. ഹല്ലേലൂയ. അപ്പം പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? പ്രവൃത്തി മാറ്റാൻ വേണ്ടി പ്രവൃത്തി ബലം പിടിക്കാൻ നോക്കും, പ്രവൃത്തികൾ മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ ബലം പിടിച്ചതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയിൽ ഒരു മാറ്റം വരികയില്ല. ആ പ്രവൃത്തിക്ക് ആധാരമായി കിടക്കുന്ന ഒരു ചിന്ത നമ്മളിലുണ്ട്. ചിന്ത മാറ്റിയാലേ പ്രവൃത്തി മാറുകയുള്ളൂ. ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിച്ചാൽ ഉടനെ കൊച്ചു ചിന്തിക്കുകയില്ല. ജനിക്കും ഉടനെ തന്നെ കൊച്ചു ചിന്തിക്കാൻ തുടങ്ങുമോ? ഇല്ല. പിന്നെ എപ്പോഴാ കൊച്ചു ചിന്തിക്കാൻ തുടങ്ങുന്നത്? അനുഭവങ്ങൾ തലയ്ക്കകത്ത് കയറി വന്നാൽ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ തലയ്ക്കകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ കടന്നു വരുന്നത്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ. പ്രൈസ് ദി ലോർഡ്. 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് തലയ്ക്കകത്ത് അനുഭവങ്ങൾ കടന്നു വരുന്നത്. അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഒരു മെമ്മറി എന്നൊക്കെ പറയുന്നത് ഒരു കെമിക്കൽ ആക്ഷനാണ്. ന്യൂറോൺസിന്റെ ഒരു കണക്ഷനാണ് മെമ്മറി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ഒരു കാലത്തും മാഞ്ഞു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ചില വിചാരിക്കുന്ന കമ്പ്യൂട്ടറിലെ പോലെ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും മാഞ്ഞു പോയില്ല, മറക്കാം, മായില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ യൂത്തത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സയൻസാണിത്. ജീവിതത്തിൽ നിനക്കൊരു അനുഭവം ഉണ്ടായോ, ഒരു കാലത്തും നിന്റെ ജീവിതത്തിൽ അത് മാഞ്ഞു പോയില്ല. മാഞ്ഞു പോണമെങ്കിൽ ആ ന്യൂറോൺ സെല്ലുകൾ നശിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നശിച്ചാൽ മാത്രമേ അത് മാഞ്ഞു പോവുള്ളൂ. അല്ല അവിടെ കിടക്കുന്നത്.
അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, അതുകൊണ്ട് മറക്കാം. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പഴയതൊക്കെ മറക്കും. പക്ഷെ മറക്കുന്ന കാര്യങ്ങൾ സാഹചര്യങ്ങൾ വരുമ്പോൾ ഓർമ്മയിലേക്ക് പൊങ്ങി വരും. മറക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് പൊങ്ങി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏത് അനുഭവം നമുക്കങ്ങനെ മാച്ചു കളയാമെന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ തലയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മായ്ക്കാൻ പറ്റുകയില്ല. ആ ഫയൽ അങ്ങനെ കിടക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾക്കൊക്കെ തല ഒരു പ്രത്യേക ഫയൽ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭയം തട്ടിയെന്ന് വിചാരിക്കുക. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭയം ഉണ്ടായി. ഈ 10 വയസ്സിലുണ്ടാകുന്ന ഭയമുണ്ടല്ലോ, അത് ആ 2 വയസ്സിലുണ്ടായ ഭയത്തിന്റെ അവിടെയായിരിക്കും അത് സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. 28 വയസ്സ് പ്രായമുള്ളപ്പോഴും ഭയം തട്ടിയാൽ അവിടെയായിരിക്കും സൂക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നമ്മുടെ തലയിൽ ഒരു ഫയൽ സിസ്റ്റം ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർക്കുന്നത്? എങ്ങനെയാ? ചിലർ പറയാലേ, ഇതിൽ കണക്ഷനൊക്കെ വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓർമ്മയുണ്ടാകും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്താണ്? നമ്മൾ ഇങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ, ഈ അനുഭവങ്ങളൊക്കെ നമ്മൾ കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പൊക്കിയെടുക്കുകയാണ്. ആ ഫയൽ ഇങ്ങനെ പൊക്കിയെടുക്കൊണ്ടുവരികയാണ്. അതിനോട് ചേർന്നുള്ള കാര്യങ്ങൾ ഉടനെ ഓർമ്മയിലേക്ക് പൊങ്ങി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് വേണ്ടാത്ത അനുഭവങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറാകരുത്. പിന്നീട് നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർ ലംഘിച്ചു. ലംഘിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബൈബിൾ പറയുകയാണ്, അവർക്ക് 3 അനുഭവങ്ങൾ അവിടെ 3 അനുഭവങ്ങൾ അവിടെ വിവരിക്കുകയാണ്. 1, ലജ്ജയുണ്ടായി. 2, ഭയമുണ്ടായി. 3-ാമതായിട്ട് ആദം ഹവ്വയെ കുറ്റം പറയുകയാണ്. ഈ 3 കാര്യങ്ങൾ 3 ആറ്റിറ്റ്യൂഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ലജ്ജ, ആദത്തിന്റെ നേരെയുള്ള കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായി. തന്നോട് തന്നെ വെറുപ്പ്, നാണക്കേട് ഒക്കെ തോന്നുകയാണ്. അത് തന്നോട് തന്നെ തോന്നുന്ന ഒരവസ്ഥയാണ്. ഭയം, ദൈവത്തിന് നേരെ ഉണ്ടായ അവസ്ഥയാണ് ഭയം. ദൈവം വന്നപ്പോഴേക്കും ഭയം ഉണ്ടായത്. നേരത്തെ അവർക്ക് അങ്ങനെ ആയിരുന്നില്ല. ദൈവം വന്നപ്പോൾ ഭയം ഉണ്ടായി. പിന്നെയോ ഹവ്വയുടെ നേരെ ആദത്തിലുണ്ടായ മനോഭാവം എന്താണ്? ആദം ഹവ്വയെ കുറ്റം പറഞ്ഞു. 3 ചേഞ്ച് ഉണ്ടായി. ഈ 3 ചേഞ്ചിനെ നമ്മൾ ആറ്റിറ്റ്യൂഡ് നിർത്താതെ മനോഭാവം, 3 മനോഭാവങ്ങൾ അവർ രൂപപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവൃത്തി ഒന്നേ ചെയ്തുള്ളൂ. 3 മേഖലയിൽ പ്രശ്നമുണ്ടായി. നിനക്ക് നിന്റെ നേരെയുള്ള കാഴ്ചപ്പാട് മാറി, ദൈവത്തിന് നേരെയുള്ള കാഴ്ചപ്പാട് മാറി, സഹോദരങ്ങളുടെ നേരെയുള്ള കാഴ്ചപ്പാട് മാറി. ഇതാണ് ഒരു പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം പർദീസായിലേക്ക് കടന്നു വന്നു. ദൈവം വിളിച്ചു, ആദം നീ എവിടെയാണ്? ഉടനെ ആദം പറഞ്ഞാണെന്നറിയാവോ? ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുക. ദൈവം ആദ്യമായി മനുഷ്യനെ തിരുത്തിയത് കേൾക്കുക. എങ്ങനെ തിരുത്തിയത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം തിരുത്തിയത് പ്രവൃത്തിയല്ല. ദൈവം തിരുത്തിയത് പ്രവൃത്തിയല്ല. ദൈവം ആദ്യമായിട്ട് മനുഷ്യൻ തിരുത്തിയ വാക്ക് നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. ദൈവം തിരുത്തി ഇങ്ങനെയാ, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു?
നിനക്ക് നിന്റെ നേരെയുള്ള ഈ കാഴ്ചപ്പാടിനെയാണ് ദൈവം തിരുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നഗ്നനാണ് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ? ദൈവം പറഞ്ഞോ? ഇല്ല. പിന്നെ ഇതാര് പറഞ്ഞത് നിനക്ക്? നിനക്ക് എങ്ങനെ ഈ മാറ്റം ഉണ്ടായി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മൾ തന്നെ ഇന്ന് ചോദിക്കുന്ന നല്ലതാ. നീ നഗ്നനാണ് നിന്നോട് ആര് പറഞ്ഞു? നിന്നെ ഒന്നിനും കൊള്ളിയാലും നിന്നോട് ആര് പറഞ്ഞു? നിന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ എന്ത് ചെയ്താലും ഗുണം പിടിക്കുകയില്ല എന്നോട് ആര് പറഞ്ഞു? നീ എന്ത് ചെയ്താലും ശരിയാകുകയില്ല എന്നോട് ആര് പറഞ്ഞു? എല്ലാവരും നിനക്ക് എതിരാണ് എന്നോട് ആര് പറഞ്ഞു? നിന്നെ കാണാൻ കൊള്ളിയാല എന്നോട് ആര് പറഞ്ഞു? നിനക്ക് ഒരു കഴിവുമില്ല എന്നോട് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞോ? നിനക്ക് എവിടുന്ന ഈ മനോഭാവം കിട്ടിയത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. നമ്മൾ പല കാര്യങ്ങളൊക്കെ നമ്മൾ ഭൂമിയിൽ പഠിക്കുന്നുണ്ട്. സയൻസ് പഠിക്കും, കണക്ക് പഠിക്കും, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും നമ്മുടെ പ്രവൃത്തിയുടെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒട്ടേറെ കുട്ടികളുടെ ജീവിതത്തിൽ താൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവർക്കില്ല. നിനക്ക് നിന്നെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടില്ലാതെ വന്നാൽ എന്താ സംഭവിക്കുന്നത് നിനക്കറിയാവോ? ഇപ്പൊ നീ ആരാണ് നിനക്കറിയാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? നിന്നെക്കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും നിനക്ക് ഫീൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് അത് ഫീൽ ചെയ്യും. കാരണം നീ ആരാണ് നിനക്ക് അറിയാൻ പാടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ആളുകൾ കരഞ്ഞു നടക്കുന്ന കാണുമ്പോഴല്ലേ, അയ്യോ എന്നെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞ്, എൻ്റെ വീട്ടിലുള്ളവരിങ്ങനെ പറഞ്ഞ്, അധ്യാപകരങ്ങനെ പറഞ്ഞ്, കൂട്ടുകാരങ്ങനെ പറഞ്ഞ്. അങ്ങനെ അവർ പറഞ്ഞ് നീ എന്തിനാ കരയുന്നത്? എന്തിനാ? കാരണം നിനക്ക് നിന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. അവരെന്താണോ പറഞ്ഞത് അതാണ് നിനക്ക് ഫീൽ ചെയ്യുക. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രതിഭാസം നിങ്ങൾ മനസ്സിലാക്കുക. നീ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പലരുടെയും ദുഃഖം എന്താ? അയ്യോ അവർക്ക് എന്നെ ഇഷ്ടമാകുമോ? ഒട്ടേറെ കുട്ടികളുടെ ഉള്ളിൽ കിടക്കുന്ന വലിയൊരു മാനസിക വിഷമത എന്താണ്? എന്റെ മാതാപിതാക്കന്മാരുടെ ഇഷ്ടമനുസരിച്ച് എനിക്കായിത്തീരാൻ പറ്റുന്നില്ല. അവരുടെ പ്രതീക്ഷ അനുസരിച്ച് എനിക്ക് ഉയരാൻ പറ്റുന്നില്ല. അവർ വലിയ പ്രതീക്ഷയാണ് എന്നിൽ വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് എനിക്ക് അത് സാധിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ഇതിന്റെ ടെൻഷൻ അനുഭവിക്കുന്ന എത്രയോ കുട്ടികൾ. ചില കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ, ചിലര് കംപ്ലീറ്റ് ആയിട്ട് ചില രോഗങ്ങളിലേക്ക് കടന്നു വരുന്ന ചില കുട്ടികൾ, വേറെ ചില കുട്ടികൾ മറ്റു ചില വിധത്തിലുള്ള പ്രവർത്തന ശൈലികളിലേക്കും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ. ഇവരിലെ എല്ലാം ഉള്ളിലുണ്ടായിരിക്കുന്ന ഈ ചേഞ്ചിന് രൂപം കൊടുക്കുന്ന ഇതാണ്. ഹല്ലേലൂയ. നീ ആരാണെന്ന് നിനക്കറിയാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൽ അതിശക്തമായ തകർച്ചയുണ്ടായിരിക്കുകയാണ്. ഇതാണ് ആദത്തിന് ഹവ്വയ്ക്കും സംഭവിച്ചത്. നമ്മൾ അറിഞ്ഞിരിക്കുക, അവരാരാണെന്നുള്ള വിവരം അവർക്ക് നഷ്ടപ്പെട്ടു. ആ ജ്ഞാനം നഷ്ടപ്പെട്ടു. ഈ ജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമോ? നീ മറ്റുള്ളവരുടെ പ്രീതി മാത്രം അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ നിനക്ക് അങ്ങനെ വളരാൻ കഴിയും? ഗലാത്യ ലേഖനം 1:10 പൗലോസ് എഴുതി വച്ചിരിക്കുകയാണ്, നീ മനുഷ്യ പ്രശംസ ആണ് നീ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിനക്ക് എങ്ങനെ ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയും? മനുഷ്യ പ്രശംസ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താൻ കഴിയും? അപ്പോൾ പല ആളുകളിൽ നിന്ന് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ അപ്പനും അമ്മയും അവരുടെ പ്രതീക്ഷയ്ക്കൊന്നും എനിക്കാകാൻ പറ്റുന്നില്ല, അവരാഗ്രഹിക്കുന്നിടത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല. അത് കാരണം തന്നോട് തന്നെ വിഷമത വെച്ച് മനസ്സിലിങ്ങനെ ദുഃഖം അമക്കി കഴിയുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനും മനസ്സിലിങ്ങനെ മുറിവായി തൊട്ടാവാടി സ്വഭാവമായി തീർന്നിരിക്കുന്നു. ഇതെല്ലാം വലിയ വലിയ മുറിവുകളായി മനസ്സിൽ കടന്ന്
ഇത് കാരണം നമുക്ക് എന്താണ് അനുദിന ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാതെ മാനസിക തലത്തിൽ പലരും തകരുന്നു. ഈ നീ ആര് എന്ന വിവരം നിനക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അനേകം കുട്ടികൾ തിന്മയിലേക്ക് വീഴുന്നത്. ഹല്ലേലൂയ. പല തിന്മകളിലേക്ക് വ്യക്തികൾ ജീവിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ചില കൂട്ടുകാർ പറഞ്ഞു, അവർ പറയുന്നതൊക്കെ അനുസരിച്ച് ചെയ്യും. നീ ഇന്നത് ചെയ്യും, അത് ചെയ്യും. കല്ലെറിയാൻ പറഞ്ഞു, കല്ലെറിഞ്ഞു. ഓടാന്ന് പറഞ്ഞു, ഓടി. ഇതൊക്കെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടുകാരെന്ന് പറയുന്നത് മുഴുവൻ ചെയ്യും. മൂവാറ്റുപുഴക്കാരന് ഒരു അശോകൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മഹാരാജാസ് കോളേജ് പഠിക്കുമ്പം കൂട്ടുകാർ പറഞ്ഞു, ഒന്നുമില്ലാതെ നമുക്ക് ഓടാടാന്ന് പറഞ്ഞു. അങ്ങനെ 4-5 പേര് കൂടി ഇന്നത്തെ കാലത്ത് വലിയ വിപ്ലവമായി. ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അന്ന് എല്ലാം ഊരിയിട്ടിട്ട് അവൻ ഓടി. പ്രൈസ് ലോർഡ്. പക്ഷെ കഞ്ചാവിന്റെ അടിമയായിരുന്നു, മയക്കുമരുന്നിന്റെ അടിമയായിരുന്നു. അവനെ പിന്നീട് കഞ്ചാവ് അടിച്ചു വഴി കടന്ന് ആരും നോക്കാതെയായി. അങ്ങനെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്നാക്കി. ഇവിടെ നിന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും സബ് ഇൻസ്പെക്ടറോടെ ധ്യാനിക്കാൻ വന്നു. സബ് ഇൻസ്പെക്ടർ ഇവനെ കണ്ടപ്പോൾ അയാൾ പറയുക, അയ്യോ ഇനി എന്തിനാ ധ്യാനം കൊടുത്ത് ഇവനെ കണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു അനുഭവമാണ്. പ്രൈസ് ലോർഡ്. ബൈബിൾ വായിക്കുന്നത് തുല്യാന്ന് അയാൾ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും ഞാനത് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക, ഇതാ നമ്മൾ ആരാണ് എന്ന കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കാരണം 2 മേഖലയിൽ നിന്ന് ജീവിതത്തിലേക്ക് സംഘർഷം കയറി വരും. ഒന്ന്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇത് മുറിവേൽക്കും. അവർക്ക് പഠിക്കാൻ പറ്റിയാല, ഇരിക്കാൻ പറ്റിയാല, ജീവിക്കാൻ തോന്നിയാല, അങ്ങനെയാവും. 2, മറ്റുള്ളവരുടെ വില കുറഞ്ഞ കൈയടിക്ക് വേണ്ടി നീ നിന്റെ ജീവിതത്തെ നശിപ്പിക്കും. പ്രൈസ് ലോർഡ്. ഈ ഒരു മേഖലയിൽ നമുക്ക് എങ്ങനെ ഹീലിംഗ് കിട്ടും? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ചില കുട്ടികളുണ്ട്, ചില ശീലങ്ങൾ അല്ലെങ്കിൽ അവരിൽ കാണുന്ന ചില സ്വഭാവങ്ങൾ, അവർ സ്വഭാവം തിരുത്താൻ വേണ്ടി ശ്രമിച്ച സ്വഭാവം ഒന്നും മാറിയല്ല. കാരണം അവർക്ക് അവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം, പ്രവൃത്തിയല്ല മാറേണ്ടത്. കാഴ്ചപ്പാട് മാറുമ്പോൾ പ്രവൃത്തി മാറും. നിനക്ക് നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിന് നേരെയുള്ളതിന്റെ കാഴ്ചപ്പാട് എന്താണ്? ദൈവത്തിന് നേരെയുള്ളതിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആ കാഴ്ചപ്പാടിൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്കൊരിക്കലും സമാധാനം ഉണ്ടായില്ല. ചില ആളുകളുടെ ഉള്ളിൽ സമാധാനമില്ലാത്തതിന് കാരണം ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തെറ്റായതുകൊണ്ടാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളുടെ നേരെയുള്ള കാഴ്ചപ്പാട്, പ്രിയപ്പെട്ടവർ, അത് തെറ്റായി കഴിഞ്ഞാലോ നമുക്ക് ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റിയില്ല. ചിലർക്ക് ആരോഗ്യപരമായൊരു ബന്ധം ആരുമായിട്ടും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സഹോദരനുമായി സംസാരിക്കുകയാണ്. അവന്റെ അമ്മ വിദേശത്താണ്. അവന് കൂടുതൽ ഉള്ളത് അപ്പനാണ്. അപ്പന് ജോലിയുമുണ്ട്. 5 വയസ്സ് മുതൽ അവൻ അപ്പൻ്റെ കൂടുതലാണ്. അമ്മ വിദേശത്താണ്. വർഷത്തിൽ 2 പ്രാവശ്യം അമ്മ വീട്ടിൽ വരും. അമ്മ ജോലിയിലാണ്, വിദേശത്താണ്. അപ്പോൾ ഈ 5 വയസ്സ് മുതൽ ഇവൻ വല്ലാത്ത ഒരു ഏകാന്തതയിലായിരുന്നു. കടുത്ത ഏകാന്തത. എന്താ മനുഷ്യനിൽ ഉണ്ടാക്കുക? ദൈവം എന്താ പറഞ്ഞത്? മനുഷ്യന് ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഏകാന്തത അനുഭവിക്കാനിടയായതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ആ ശൂന്യത കടന്നു വന്നു. ഈ ശൂന്യത ആണ് പിന്നീട് ഡിപ്രഷനായിട്ട് വിഷാദ രോഗമായി പലരും വളരുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ എന്തുമാത്രം ഏകാന്തത കിടക്കുന്നു, ലോൺലെസ് കിടക്കുന്നു, അത് നീ എങ്ങനെയാണ് പിന്നീട് കൈകാര്യം ചെയ്യുക? ലോൺലെസ് കടന്നു വരുന്നു. ലോൺലെസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പലതും ശ്രമിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചിരിച്ച് കുടിക്കാൻ തുടങ്ങി, മദ്യപാനം തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം അവനൊരു ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് ഏർപ്പെട്ടു. ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്നതെന്നറിയാവോ? ഞാൻ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഞാനിതാ സ്ഥാപിച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ലോൺലെസ് ഉള്ളിലുള്ള ഒരു വ്യക്തിക്കും
ശരിയായൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നില്ല. അവൻ കുറച്ച് നാള് ഏതാണ്ട് ഒരു 5 വർഷക്കാലത്തോളം ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നിലനിന്നു. അതിനിടയ്ക്ക് പല പ്രാവശ്യം അത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി പിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഷോക്കായി. ഹല്ലേലൂയ. അത് പിന്നെ എന്താണ്, മറക്കാൻ പറ്റുന്നില്ല, വലിയ പ്രശ്നമായി. വാസ്തവത്തില് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് ചേർന്നിട്ട് പിന്നെ മറക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അത് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ യഥാർത്ഥത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് നിനക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ നമ്മളിവിടുന്ന് ട്രെയിനിൽ കയറി നമ്മുടെ കമ്പാർട്ട്മെന്റിൽ കുറച്ച് ആളുകൾക്ക് ഇരിപ്പുണ്ടായിരുന്നു. അതിലൊരാളിരുന്ന് തമാശ പറഞ്ഞു, നീയും തമാശ പറഞ്ഞു. അങ്ങനെ നല്ലൊരു കമ്പനിയായി. തിരുവനന്തപുരത്ത് ചെന്ന് ഇറങ്ങി. അവൻ്റെ വഴിക്ക് പോയി, നീ എൻ്റെ വഴിക്ക് പോയി. ഈ തിരുവനന്തപുരം വരെ വലിയ കമ്പനിയായിരുന്നു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ശരിയായൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. കാരണം അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇതൊന്നും ശരിയായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല. ആരോഗ്യപ്രദമായി നിനക്ക് ആരോടും നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ ബന്ധം പൊളിഞ്ഞു പോകും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം കാച്ചു വന്നാൽ പറന്നു പോകും. ചെറിയൊരു കാര്യം മതി, പറന്നങ്ങ് പോകും. കാരണം നിനക്ക് യഥാർത്ഥത്തിൽ നീ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് പറ്റിയ വ്യക്തിയല്ല. കാരണം നിന്റെ ഉള്ളിൽ ലോൺലെസ് കിടക്കുകയാണ്. ഈ ലോൺലെസ് നീ പരിഹരിക്കാതെ നീ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ ആ ലോൺലെസ് മൂടി വയ്ക്കാൻ വേണ്ടി നീ വലിയൊരു ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് ചാടുന്നു. അവിടെ ആത്മാർത്ഥമായ ഒരു ബന്ധം ഉണ്ടാകുന്നില്ല. ആ ബന്ധം പൊളിയുന്നു. അത് കഴിയുമ്പം വേറെ ഏതൊരു ബന്ധത്തിൽ ചെന്ന് തുടങ്ങുന്നു. അവിടെയും പൊളിഞ്ഞു പോകും. കാരണം നിനക്ക് ആരുമായിട്ടും നല്ല ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ പറ്റിയല്ല. കമ്മിറ്റ്മെന്റിലേക്ക് വരണമെങ്കിൽ ശരിയായിട്ടുള്ളൊരു സ്നേഹത്തിലേക്ക് നിനക്ക് വരാൻ കഴിയണമെങ്കിൽ നിന്റെ ലോൺലെസ്സിൽ നിന്ന് നീ പുറത്തു വരണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.